മാലിദ്വീപിലെ ഫിഷ് കട്ടിങ്ങും അതിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വരുന്ന വമ്പന്മാരെയും കണ്ടാലോ? നമുക്കിന്നൊരു സൺസെറ്റ് ഫിഷിംഗ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ തന്നെ എക്സ്കർഷൻ സെൻറ്ററിൽ നിന്ന് ടൂറിസ്റ്റുകളെയും കൊണ്ട് നടത്തുന്ന കുറച്ച് എക്സ്കർഷനുകളിൽ ഒന്നാണ് ഫിഷിംഗ് ട്രിപ്പ്. ആ ഫിഷിംഗ് ട്രിപ്പ് കഴിഞ്ഞ് കിട്ടിയ കുറച്ച് മീനുകളെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടൂണ തന്നെ പലതരത്തിലുണ്ട്. അതിൽ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളത് ബ്ലൂ ഫിൻ ടൂണ, ബ്ലാക്ക് ഫിൻ ടൂണ, യെല്ലോ ഫിൻ ടൂണ എന്നതൊക്കെയാണ്. എന്നാൽ നമ്മൾ ഇന്ന് പിടിച്ചേക്കുന്നത് ടൂണ ഫാമിലിയിൽ വരുന്ന ബൊണിറ്റോ ഫിഷാണിത്. ഇവിടെ പലരും പലതരത്തിലുള്ള മീനുകളാണ് പിടിക്കാറുള്ളത്. ഓരോ മീനിനും ഓരോ സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ടൂണ മാത്രമല്ലാതെ റീ ഫിഷ്, ഒക്ടോപ്പസ്, ഡിഫറെൻറ്റ് കളറുള്ള യൂണിക്കോൺ ഫിഷസ്, പിന്നെ പേരുകൾ അറിയാത്ത വേറെയും പല മീനുകളെയും ഇവർ പിടിക്കാറുണ്ട്. ഇവിടെ കിട്ടുന്ന പല മീനുകളും നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിട്ടുക. നമ്മുടെ നാട്ടിലെ പോലെ ഐസിട്ട് വെച്ചതോ അല്ലെങ്കിൽ 2-3 ദിവസം പഴക്കമുള്ളതോ അങ്ങനെയുള്ള മീനുകളൊന്നുമല്ല. കിട്ടിയ ഫിഷ് അന്ന് തന്നെ നമ്മൾ കറിയാക്കാനും ഗ്രില്ല് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് കഴിച്ചിട്ടുള്ള മീനുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് റെഡ് ട്രീ ഫിഷാണ്. നല്ല നിറഞ്ഞു നിൽക്കുന്ന മീറ്റാണ് ഈ ഫിഷിനുള്ളത്. അതുകൂടാതെ ഇഷ്ടപ്പെടാൻ വേറെയും ഒരു കാരണമുണ്ട്. വൈഫിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയുണ്ട്. ആ റെസിപ്പി വെച്ചിട്ടാണ് ആ ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യാറുള്ളത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വമ്പന്മാർ ആരാണെന്നറിയോ? ഈ കാണുന്ന നേഴ്സ് ഷാർക്കും തിരണ്ടിയുമാണ്, അതായത് സ്റ്റിംഗ് റേ. ഫിഷ് കട്ട് ചെയ്യുമ്പോൾ വരുന്ന മീനിൻ്റെ ബ്ലഡും അതിൻ്റെ വേസ്റ്റും കഴിക്കാനാണ് ഇവർ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഷാർക്ക് പോയിന്റ് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് ട്രിപ്പ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആൾക്കാരും ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ക്ലീനിങ്ങിന് ശേഷം അവരവരുടെ വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസുകളിലേക്കും ഈ ഫിഷിനെ അവർ കൊണ്ടുപോകും. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും മാലദ്വീപ്സിൽ കാണാൻ കിടപ്പുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.